ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുന്നു. 89,378 ഭക്തരാണ് ഇന്നലെ ദർശനം നടത്തിയത്. എല്ലാ ദിവസത്തിനും 85,000-ന് മുകളിലാണ് ഭക്തർ ദർശനം നടത്തുന്നത്. കാനനപാതയിലൂടെ എത്തുന്ന ഭക്തരുടെ എണ്ണത്തിലും വർധനവ് ഉണ്ടായതിനാൽ പുല്ലുമേട് സത്രം പാതയിൽ നിയന്ത്രണം തുടരും. 1000 പേർക്കാണ് വണ്ടിപ്പെരിയാർ സത്രം വഴി സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കുക. അതേസമയം ഭക്തർക്ക് ഇന്നു മുതൽ കേരള സദ്യ നൽകുമെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പ്രഖ്യാപനവും. സന്നിധാനത്ത് നിന്ന് മിഥുൻ മുരളി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പുലർച്ചെ 3 മണിക്ക് നട തുറന്നപ്പോൾ മുതൽ അനുഭവപ്പെടുന്ന തിരക്കിൽ മാറ്റമില്ല. എല്ലാ ദിവസത്തെയും എന്ന പോലെ ഭക്തജന പ്രവാഹമാണ്. ഫ്ലൈ ഓവറും നടപ്പന്തലും ഭക്തരാൽ തിങ്ങി നിറഞ്ഞു. മറക്കൂട്ടം മുതൽ ക്യൂ ക്രമീകരിച്ചുകൊണ്ട് സാധാരണഗതിയിൽ എന്ന പോലെ ഭക്തരെ മുന്നോട്ട് നീക്കുന്നു. ഇന്ന് മുതൽ കേരളീയ സദ്യ നൽകുമെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പ്രഖ്യാപിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ അന്നദാന മണ്ഡപത്തിൽ ഉച്ചയ്ക്ക് 12 മണി മുതൽ ഭക്തർക്ക് സദ്യ നൽകുമെന്നുള്ള അറിയിപ്പ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നൽകുന്നു. കാനനപാതയിലൂടെ എത്തുന്ന ഭക്തരുടെ എണ്ണത്തിൽ വർധനവുണ്ട്. കാനനപാതയിലൂടെ എത്തുന്ന ഭക്തരുടെ എണ്ണം വർദ്ധിച്ചതിനാൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് തുടരും. സ്പോട്ട് ബുക്കിങ്ങിലൂടെ 1000 ഭക്തരെ മാത്രമാണ് വണ്ടിപ്പെരിയാർ സത്രം പാതയിലൂടെ കടത്തിവിടുക. കാനനപാതകളിൽ വനം വകുപ്പിന്റെയും പോലീസിന്റെയും പരിശോധനകളും നടക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് 12 മണി വരെയാണ് സത്രം പുൽമേട് പാതയിലൂടെ ഭക്തരെ കടത്തിവിടുക. ഇനിയുള്ള ദിവസങ്ങളിലും തിരക്ക് വർദ്ധിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. കുഞ്ഞയ്യപ്പന്മാർ, കുഞ്ഞിമാളികപ്പുറങ്ങൾ ധാരാളമായി എത്തുന്ന ദിവസമാണ്. ഇനിയുള്ള ദിവസങ്ങൾ അവധിയുടെ ദിവസങ്ങൾ ഒക്കെ ആയതുകൊണ്ട് കുഞ്ഞയ്യപ്പന്മാരുമൊക്കെ ധാരാളം ഭക്തജനങ്ങൾ എത്തുന്നതിനുള്ള സാധ്യതകൾ വിലയിരുത്തപ്പെടുന്നുണ്ട്. അയൽ സംസ്ഥാന ഭക്തരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ട്. മലയാളികളെക്കാൾ കൂടുതൽ എന്ന് പറയാവുന്ന തരത്തിലാണ് ഈ കഴിഞ്ഞ ആഴ്ചകളായിട്ട് 2 ആഴ്ചയായി അയൽ സംസ്ഥാന ഭക്തർ സന്നിധാനത്തേക്ക് എത്തുന്നത്. ഇനി ഉള്ള ദിവസങ്ങൾ മണ്ഡലപൂജയുടെ ദിവസങ്ങൾ, ഒപ്പം തീർത്ഥാടനത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് മകരവിളക്ക് തീർത്ഥാടനത്തിലേക്കുമൊക്കെ കടക്കുന്ന ദിവസങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ തിരക്ക് വർദ്ധിക്കുന്നതിനുള്ള ഒരു സാധ്യത വിലയിരുത്തപ്പെടുന്നുണ്ട്. എന്തായാലും വലിയ തിരക്ക് സന്നിധാനത്ത് തുടരുന്നു. ഫ്ലൈ ഓവറിനോട് ചേർന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. സോപാനത്തിനടുത്തേക്ക് അയ്യപ്പ ദർശനത്തിന് വേണ്ടി ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമുള്ള ഭക്തരുടെ ദൃശ്യങ്ങളാണ് കാണുന്നത്. വളരെ സാവധാനമാണ് ഫ്ലൈ ഓവറിലെ ക്യൂ മുന്നോട്ട് നീങ്ങുന്നത്. ഫ്ലൈ ഓവർ നിറഞ്ഞു കവിഞ്ഞ് 18-ാം പടി കയറി ഫ്ലൈ ഓവർ തുടങ്ങുന്ന ഭാഗം മുതൽ സോപാനം വരെയുള്ള മുഴുവൻ ഭാഗവും ഭക്തരാൽ നിറഞ്ഞിരിക്കുകയാണ്. മിനിറ്റിൽ 60 മുതൽ 70 ഭക്തജനങ്ങളെ 18-ാം പടി കയറ്റിവിടുന്നു. എന്തായാലും തിരക്കിന്റെ മണിക്കൂറുകൾ സന്നിധാനത്ത് മാറ്റമില്ലാതെ തുടരുകയാണ്. ക്യാമറമാൻ അനൂജ് ചാനാവൂരിനൊപ്പം മിഥുൻ മുരളി, ജനം സന്നിധാനം.